ഹേമന്ത് കാക്കറയെ കൊന്നത് RSS ആണോ? മുംബൈ ATSന്റെ തലവനായിരുന്ന ഇദ്ദേഹം 2008 മുംബൈ ഭീകരാക്രമണത്തിലെ രക്തസാക്ഷിയാണ്. കാമ ഹോസ്പിറ്റലിൽ ആക്രമണം നടത്തിയതിനു ശേഷം പുറത്തേക്ക് വന്ന അജ്മൽ കസബും അബു ഇസ്മായിലുമാണ് കോളിസ് വാനിലെത്തിയ ഹേമന്ത് കാക്കറെ, വിജയ് സലസ്കർ, അശോക് കാംതെ എന്നിവരെ കൊന്നതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് ഇന്നും ഒരു കോൺസ്പിറസി തിയറി നിലനിൽക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ RSS ബന്ധമുള്ള ഒരു പോലീസുകാരനാണെന്ന് അവകാശപ്പെടുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. 1. ഹേമന്ത് കാക്കറയ്ക്ക് നൽകിയിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഗുണനിലവാരമുള്ളതായിരുന്നില്ല എന്ന് ഹെഡ്ലൈൻസ് ടുഡേ നടത്തിയ ഒരു അന്വേഷണത്തിൽ പറയുന്നു. ജാക്കറ്റിലൂടെ ഒരു ബുള്ളറ്റ് പോലും തുളച്ചു കയറിയിട്ടില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഈ ജാക്കറ്റ് നഷ്ടപ്പെട്ടു. മാനദണ്ഡം അനുസരിച്ച് കഴുത്ത് മുതൽ അരക്കെട്ട് വരെ മറയുന്ന രീതിയിലായിരിക്കണം ജാക്കറ്റ് നിർമ്മിക്കേണ്ടത്. എന്നാൽ കാക്കറയ്ക്ക് നൽകിയ ജാക്കറ്റിന്റെ കഴുത്ത് ഭാഗം തുറന്നതായിരുന്നു. 2. കാക്കറയുടെ മരണത്തിന് കാരണമായ വെടിയുണ്ടകൾ ഇസ്മായിലിന്റെയോ കസബിന്റെയോ തോക്കിൽ നിന്നുള്ളതായിരുന്നില്ല. അത് തെളിയിക്കുന്നതിൽ ബാലസ്റ്റിക് എക്സ്പെർട്ടുകൾ പരാജയപ്പെട്ടിരുന്നു. കഴുത്തിലും തോളിലും ഗുരുതരമായി പരിക്കേറ്റാണ് അദ്ദേഹം മരണപ്പെട്ടത്. 3. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകാൻ പോലീസ് വിമുഖത കാട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 2 ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2 ബുള്ളറ്റുകളും അപ്രത്യക്ഷമായി. 4. മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒപ്പം കോളിസ് വാനിൽ ഉണ്ടായിരുന്ന അരുൺ ജാദവ് എന്ന കോൺസ്റ്റബിൾ ആണ് ഈ ആക്രമണത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ഒരേ ഒരാൾ. ഇദ്ദേഹമാണ് ഈ സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി. എന്നാൽ കോടതി ഇദ്ദേഹത്തിന്റെ മൊഴി ഭാഗികമായി തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അതിശയോക്തി ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 2008 മാലേഗാവ് സ്ഫോടനത്തിലും അജ്മീർ ദർഗ, മക്ക മസ്ജിദ് സ്ഫോടനങ്ങളിലും ഒരു ഹിന്ദു സംഘടനയുടെ പങ്കുണ്ടെന്ന് കാക്കറയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് മോട്ടീവെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. മാലേഗാവ് സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെട്ട സാധ്വി പ്രഗ്യാ സിംഗ് താക്കൂർ പറഞ്ഞത് കാക്കറയുടെ മരണം സംഭവിച്ചത് തന്റെ ശാപം കൊണ്ടാണെന്നാണ്. 2018 ബോംബെ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും കാക്കറയുടെ മരണത്തെ സംബന്ധിച്ചുള്ള RSS ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജികൾ തള്ളി എന്നതും ശ്രദ്ധേയമാണ്.